പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ സിവിൽ ഓർഡർ ഓഫ് ഒമാൻ ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് ബഹുമതി സമ്മാനിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ നൽകിയ സംഭാവനകൾ മാനിച്ചാണ് ബഹുമതി. നേരത്തെ ഒമാനും ഭാരതവും സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണയിലും ഒപ്പുവെച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഐസൺ ജോസ് ചെയ്യുന്നുണ്ട്. ഐസൺ, ഗുഡ് ഈവനിങ്. സന്തോഷത്തോടെ തന്നെ പറയാം ഗുഡ് ഈവനിങ്. കാരണം ഈ എത്യോപ്യയ്ക്ക് പിന്നാലെ ഒമാനും നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്, അംഗീകരിച്ചിരിക്കുകയാണ്. 140 കോടി ജനങ്ങളെയുമാണ് ഈ അംഗീകാരത്തിലൂടെ ഏറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം. എന്തായാലും ഈ അംഗീകാരത്തെ എങ്ങനെയാണ് ഭാരതവും ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത്? ഒപ്പം ഇന്ന് ഏതൊക്കെ നിർണായക കരാറിലാണ് ഒമാനും ഭാരതവും ഒപ്പുവെച്ചത്? ഐസൺ. തീർച്ചയായും അശ്വതി, ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ബഹുമതി കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തേടിയെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാനാവുന്നത്, അല്ലെങ്കിൽ അല്പസമയം മുമ്പ് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് നൽകാനാകുന്നത്. ഒമാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ സിവിലിയൻ ഓർഡർ ഓഫ് ഒമാൻ ഫസ്റ്റ് ക്ലാസ് ആണ് ഇപ്പോൾ ഹൈതം ബിൻ താരിഖ് അൽ സയ്യിദ്, അതായത് ഒമാൻ സുൽത്താൻ തന്നെ നൽകിയതായി അറിയിക്കുകയും ചെയ്തത്. അത്തരത്തിലൊരു അവാർഡിനെ അത്തരത്തിലൊരു ബഹുമതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തു എന്ന് കൃത്യമായി ഒമാൻ സുൽത്താൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വൻതോതിൽ ശാക്തീകരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉണ്ടായത്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലയളവിൽ സാധ്യമായി എന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒമാൻ ഇത്രയും പരമോന്നതമായ ബഹുമതി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി ഭാരതത്തിലെ 140 കോടിയിൽ വരുന്ന ജനങ്ങളുടെ പേരിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു എന്ന മറുപടിയും പറഞ്ഞു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തേടി വരുന്ന ഈ മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ 29ാമത്തെ ബഹുമതിയാണിത്. ഈ ബഹുമതി സ്വീകരിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി മറ്റ് ധാരണകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ ധാരണയുടെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഈ ധാരണ, അതായത് സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണ എന്ന് പറയുന്ന ഈ എഗ്രിമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് നിക്ഷേപവും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിഭാഗങ്ങളിലും അതുപോലെ തന്നെ വാണിജ്യ ബന്ധത്തിൻ്റെ ഭാഗങ്ങളിലുമായി ഇരു രാജ്യങ്ങളും ശക്തമായ സഹകരണം ഉറപ്പാക്കുക. അതായത് കേവലം ഒരു സമഗ്ര വാണിജ്യ കരാർ എന്നതിനപ്പുറം സമഗ്ര സാമ്പത്തിക ഇടപാടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ സാധ്യത വഴി ഭാരതത്തിന് നിക്ഷേപങ്ങൾ ഒരുക്കുന്നതിനും ഭാരതത്തിന് ഒമാനിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഒമാനെ ഭാരതത്തിൽ നിക്ഷേപം നടത്തുന്നതിനും ഒമാൻ്റെയും ഭാരതത്തിൻ്റെയും മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഈ വലിയ തോതിലുള്ള വിപണികൾ പരസ്പരം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്ന കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് ആക്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും ഏറെ അഭിമാന നിമിഷമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്യോപ്യയ്ക്ക് പിന്നാലെ ഒമാനും പരമോന്നത സിവിലിയൻ ബഹുമതിയായ സിവിൽ ഓർഡർ ഓഫ് ഒമാൻ ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ചിരിക്കുകയാണ്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.